ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പോപ്പുലർ ജപ്പാനീസ് പാൻ കേക്ക് ആയിട്ടുള്ള ഡോറ കേക്ക് അല്ലെങ്കിൽ ഡോറയാക്കി എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് രണ്ട് പാൻ കേക്കിന്റെ ഉള്ളിൽ സ്വീറ്റ് ആയിട്ടുള്ള ഫില്ലിംഗ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ട്രഡീഷണൽ രീതിയിൽ ഡോറ കേക്ക് തയ്യാറാക്കുന്ന സമയത്ത് സ്വീറ്റ് ബീൻ പാസ്തയാണ് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാറ്. ഞാനിപ്പോൾ വേറൊരു ഫില്ലിംഗ് ആണ് ഇതിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഡോറ കേക്ക് അല്ലെങ്കിൽ ഡോറയാക്കി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു പാൻ കേക്ക് തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. ഞാനിവിടെ അരക്കപ്പ് അളവിൽ പൊടിക്കാത്ത പഞ്ചസാരയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇത് നല്ല പൗഡറായിട്ട് തന്നെ നമുക്കിത് പൊടിച്ചെടുക്കാം. തീരെ തരികളൊന്നും ഉണ്ടാവരുത്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട പൊട്ടിച്ചിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുട്ടയുടെ ഒരു എക്സസ് ആയിട്ടുള്ള ഒരു ഫ്ലേവേഴ്സ് കാര്യങ്ങളൊന്നും വരില്ല ഈ ഒരു കേക്കിൽ എന്ന് പറയുന്നത്. 2 മുട്ട കറക്റ്റ് ആയിട്ടുള്ള ഒരു അളവ് തന്നെയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ബട്ടർ അല്ലെങ്കിൽ വെണ്ണ ഉരുക്കിയത് 2 ടേബിൾ സ്പൂൺ അളവിലാണ് എടുത്തിരിക്കുന്നത്. ഉരുക്കിയതിന് ശേഷം ചേർക്കാട്ടോ. അപ്പോഴായിരിക്കും കറക്റ്റ് ആയിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുക. അപ്പോൾ ചൂടോടുകൂടി ചേർക്കരുത്, ചൂടാറിയതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ അളവിൽ. അപ്പോൾ ഇതും നല്ലൊരു ടെക്സ്ചർ തന്നെ കൊടുക്കും. അപ്പോൾ ഈ ബട്ടറിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിലാണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാവുന്നത് തന്നെയുള്ളൂ ഈ ഒരു അളവിൽ തന്നെ. പിന്നെ ഇതിലേക്ക് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ അളവിലാണ് വാനില എസൻസ് ചേർക്കുന്നത്. വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ആ ഒരു മുട്ടയുടെ എക്സസ് ആയിട്ടുള്ള ഒരു ഫ്ലേവേഴ്സ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ തേൻ അല്ലെങ്കിൽ ഹണി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് പൗഡറിൻ്റെ അളവൊന്നും കൂടി പോരുത് കേട്ടോ. ഇത് കറക്റ്റ് ആയിട്ടുള്ളൊരു അളവ് തന്നെയാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അതിനുശേഷമാണ് പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ മിക്സിയിൽ അടിച്ചെടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. കറക്റ്റായിട്ട് എല്ലാം മിക്സ് ആയിട്ട് വരണം, അത്രേ തന്നെയുള്ളൂ. അപ്പോൾ ഞാൻ ഇനി ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കാണിക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ ഇത് കുറച്ച് ലൂസായിട്ട് ഒരു ബാറ്ററായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഇതിലേക്ക് നമുക്കിനി മൈദ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇനി അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് അളവിലാണ് മൈദ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര നമ്മൾ 1/2 കപ്പ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, പക്ഷെ അത് മതിയാവും കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 കപ്പ് അളവിലാണ് പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പാൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആദ്യം ഒരുപാട് ചേർക്കേണ്ട, ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കറക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വരുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. ആദ്യം തന്നെ ഒരുപാട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വാട്ടറായിട്ട് മാറും. പിന്നെ അത് കറക്റ്റ് ചെയ്തെടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരുപാട് തിക്കാവാനും പാടില്ല, അതുപോലെ ഒരുപാട് ലൂസ് ആവാനും പാടില്ല. പക്ഷെ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലായിരിക്കണം ഇത് വരേണ്ടത്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ. ഇനി നമുക്കിത് ഇപ്പം തന്നെ തയ്യാറാക്കി എടുക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഇനി ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ഒരു മീഡിയം ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു തവി കോരി ഒഴിച്ചു കൊടുക്കുക. ഒരിക്കലും നമ്മൾ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് പരത്തിയെടുക്കാൻ പാടില്ല. പിന്നെ തവയ്ക്ക് ഒരുപാട് ചൂടുണ്ടാവാനും പാടില്ല. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ അടിഭാഗമൊക്കെ കരിഞ്ഞ പോലെയൊക്കെ ആവാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അത് തന്നെ കുറച്ചൊന്ന് പരന്ന് വന്നോളും. പിന്നെ പാൻ കേക്ക്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് തിന്നായിട്ടല്ലല്ലോ ഇരിക്കുക. ഇത് കുക്കായിട്ട് വരുമ്പോൾ ഒന്നും കൂടി വീർത്ത് വരും. കണ്ടില്ലേ, ഇതുപോലെ നിറച്ച് ഹോൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുത്താലും തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താലും എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ അടിഭാഗം ഒരുപാട് ഡാർക്ക് ഷെയ്ഡിലേക്ക് മാറും, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, തിരിച്ചിട്ട് കൊടുത്താലും പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പാൻ കേക്ക്സ് ഒന്നും ഒരുപാട് സമയമൊന്നും എടുക്കില്ല കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട്. തിരിച്ചിട്ട് കൊടുക്കുന്ന ആ ഒരു സമയത്ത് കണ്ടില്ലേ, നല്ലൊരു ഗോൾഡൻ ഷെയ്ഡായിട്ട് തന്നെ മാറിയിട്ടുണ്ട് ഈ ഒരു ഭാഗം. ഇത് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും. അപ്പോൾ ഇത് റെഡി ആയിട്ട് വന്നിട്ട് ഇനി നമുക്കിത് മാറ്റാട്ടോ. അതിനുശേഷം ബാക്കി എല്ലാ പാൻ കേക്ക്സും ഈ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു അളവ് പാൻ കേക്ക് ബാറ്റർ ഉപയോഗിച്ചിട്ട് നമുക്കൊരു 6 പാൻ കേക്കൊക്കെ വരെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് ഫ്ലഫി ആയിട്ട് തന്നെയാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് പറ്റുമെങ്കിൽ ഒരേ വലിപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കുക. അപ്പോഴായിരിക്കും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് വെച്ചിട്ട് കറക്റ്റ് ചെയ്ത് എടുക്കാനൊക്കെ പറ്റുക കേട്ടോ. ഇപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതും തിരിച്ച് ഇട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ എല്ലാം ഞാൻ ഇനിയിപ്പോൾ റെഡിയാക്കി എടുക്കട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് എങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഒരേ സൈസിലുള്ള പാൻ കേക്ക്സ് എടുക്കുക.
അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ ഫില്ല് ചെയ്യണത് ന്യൂട്ടെല്ലയാണ്. അപ്പോൾ ഏത് ചോക്ലേറ്റ് സ്പ്രെഡ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതുള്ളൂ. അപ്പോൾ ചോക്ലേറ്റ് ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുട്ടികൾ മാത്രമല്ല, ന്യൂട്ടെല്ല ഇഷ്ടപ്പെടുന്ന വലിയവരും ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റാണ് ന്യൂട്ടെല്ല എന്ന് പറയുന്നത്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് തന്നെയാണ് ഇത് ഇരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനു മുമ്പ് ഞാൻ ബേസിക് പാൻ കേക്കിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാമെന്നുള്ളവർക്ക് കണ്ടു നോക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതിൻ്റെ ഒരു ടെക്സ്ചർ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാം. അതായത് ന്യൂട്ടെല്ലയാണ് ഞാനിപ്പോൾ ഫില്ല് ചെയ്യണത്. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ട്രഡീഷണൽ രീതിയിൽ സ്വീറ്റ് ആയിട്ടുള്ള ബീൻ പാസ്തയാണ് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുക. പക്ഷേ ഇതിപ്പോൾ ഞാൻ ന്യൂട്ടെല്ലയാണ് ഫില്ല് ചെയ്യണമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഒരേ വലിപ്പത്തിലുള്ള 2 പാൻ കേക്ക്സ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ന്യൂട്ടെല്ല ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം അളവിൽ, അതായത് കുറച്ചധികം തന്നെ ന്യൂട്ടെല്ല ഫില്ല് ചെയ്യുക. പിന്നെ നമ്മൾ ഇതിലേക്ക് പഞ്ചസാര നേരത്തെ ചേർത്ത് കൊടുത്തൂല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 1/2 കപ്പൊക്കെ മതിയാവുന്നുള്ളത്. അപ്പോൾ ന്യൂട്ടെല്ലയും കൂടി ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നല്ല മധുരം ഉണ്ടായിരിക്കും. അപ്പോൾ പഞ്ചസാര നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരുപാട് മധുരം പിന്നെ അതിൽ ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ, ന്യൂട്ടെല്ല നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കൊണ്ട് തന്നെ. ഇനി എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ന്യൂട്ടെല്ലയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്നത് തന്നെയുള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും വിപ്പിംഗ് ക്രീം ആകുമ്പോൾ. അപ്പോൾ ഞാൻ ന്യൂട്ടെല്ല അത്യാവശ്യം അളവിൽ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് പാൻ കേക്ക്സ് തയ്യാറാക്കുന്ന സമയത്ത് ചെറിയ ചെറിയ പാൻ കേക്ക്സ് തയ്യാറാക്കാം. അപ്പോൾ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഇഷ്ടപ്പെടും. എന്ത് ഐറ്റംസ് തയ്യാറാക്കുമ്പോഴും ചെറിയ രൂപത്തിലുള്ളതാകുമ്പോൾ കുട്ടികൾ കൂടുതൽ ഇഷ്ടപ്പെടുമല്ലോ. കണ്ടില്ലേ, ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പാൻ കേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ കഴിക്കാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ചെറിയ പാൻ കേക്ക്സ് തയ്യാറാക്കിയിട്ട് അതിന് ശേഷം അതിൽ ഈ ഒരു രീതിയിൽ തന്നെ ഏതെങ്കിലും ചോക്ലേറ്റ് സ്പ്രെഡ് നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നത് തന്നെയുള്ളൂ. അപ്പോൾ എല്ലാം ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. നല്ല അടിപൊളി ഫ്ലഫി ആയിട്ടുള്ള ഒരു പാൻ കേക്കിൻ്റെ റെസിപ്പി തന്നെയാണ് ഇതെന്ന് പറയുന്നത്. കുട്ടികളും വലിയവരും ഒരുപോലെ ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ചോക്ലേറ്റ് ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യട്ടെ. കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്താൽ മാത്രമാണ് പുതിയ പുതിയ റെസിപ്പീസൊക്കെ ചെയ്യാൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇൻസ്പിറേഷനൊക്കെ കിട്ടുള്ളൂ. കണ്ടില്ലേ, ഇതിൻ്റെ ടെക്സ്ചർ കണ്ടില്ലേ, ഞാനിതിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തേക്കാൻ പറ്റിയ, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റം തന്നെയാണ് ഇതെന്ന് പറയണത്. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.